ഹിമാചലിൽ ഞങ്ങൾ താമസിച്ച മലഞ്ചെരുവിൽ നിന്ന് കുറച്ച് മണിക്കൂറുകൾ കാട്ടിലൂടെ മല കയറിപ്പോയാൽ അവിടെ വിലപിടിപ്പുള്ള ഒരുതരം കല്ലിൻ്റെ ശേഖരം ഉണ്ടെന്ന് കേട്ടു. നിയമപാലകരുടെ കണ്ണ് വെട്ടിച്ച് ചില ആളുകൾ അത് ശേഖരിച്ച് കടത്തിക്കൊണ്ട് പോകാറുണ്ടത്രേ. എന്നാൽ പിന്നെ അതൊന്ന് കാണണം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പുറപ്പെട്ടത്. പക്ഷേ അങ്ങനെ അങ്ങ് പോവാൻ പറ്റിയ സ്ഥലമായിരുന്നില്ല അത്. എന്ത് സൗണ്ടാ കേട്ടേ? എന്തോ ഒരു സൗണ്ട് കേട്ടു. എന്തോ ഒരു സൗണ്ട്. മനുഷ്യന്റെ സൗണ്ടാണ്. അത് ശരിക്കും വ്യക്തമായില്ല ഒരു സൗണ്ട് ഉണ്ടാക്കിയപ്പോ. പതിവ് പോലെ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് നൂഡിൽസിലാണ്. ഇപ്പൊ സമയം കുറച്ചായിട്ടോ, നല്ല വെയിലുണ്ട്. വെയിലുള്ള ദിവസം എന്തോ ഒരു പ്രത്യേക എനർജിയാണ് എല്ലാവർക്കും അല്ലേ. ഇവിടെ വന്നിരിക്കാൻ വെയിൽ കൊണ്ടിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പരിപാടി. നൂഡിൽസ് തന്നെ ശരണം. ഇതാ ഗ്രാമത്തിലൊക്കെ അത്യാവശ്യം നല്ല വെയിലായിട്ടോ. ആൾക്കാരൊക്കെ ഓരോരോ പരിപാടികൾക്കൊക്കെ പോയി തുടങ്ങി. നമ്മളെന്തായാലും ഇന്നത്തെ മലമുകളിലെ ദിവസം ആരംഭിക്കുകയാണ് ഈ നൂഡിൽസോട് കൂടി. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടോ. ഇത് വീടിൻ്റെ പുറകുവശമാണ്. ഈ വഴിക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് നമുക്കിങ്ങനെ മലയിലേക്ക് പോകാനുള്ള വഴിയുണ്ട്. അപ്പോൾ നമ്മൾ ട്രെക്കിംഗ് തുടങ്ങുവാണ്. പപ്പി വന്നല്ലോ. പപ്പിനെ കൊണ്ട് പോയാലോ അപ്പൂ? ഈ നോക്കേണ്ടി വരും കേട്ടോ, ഈ നോക്കേണ്ടി വരും. നമ്മൾ ആക്ച്വലി ഒരു മലയുടെ ഏറ്റവും അടിഭാഗത്തായിട്ടാണ് ഈ വീട് നിൽക്കുന്നത്. ആ മലയുടെ മുകളിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. ഇതേ ജസ്റ്റ് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ എന്ത് ഭീമാകരമായ മരങ്ങളൊക്കെയെന്ന് അറിയോ. ട്രെക്കിംഗ് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥയായി. എന്ത് കുത്തനെയാണ്. എന്നിട്ടോ പറഞ്ഞു കയറ്റൊന്നും കയറല്ലാന്ന്. അവർക്ക് തോന്നുന്നൊരു കയറ്റല്ല. അതാണ് ഈ വ്ളോഗ് ചെയ്ത് നടക്കുമ്പോണ്ടല്ലോ പെട്ടെന്ന് ക്ഷണിക്കും. ഇത് കണ്ടോ, ഈ പൈപ്പാണ് കേട്ടോ നമ്മുടെ ഈ ഗ്രാമത്തിലെ ആൾക്കാരുടെ കുടിവെള്ള സ്രോതസ്. ഇത് മോളിൽ നിന്ന് വരുന്നതാണ്. മോളിൽ നമ്മൾ പൊട്ടി എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് എത്തിക്കുന്നതാണ് കേട്ടോ. ഇവിടെ കണ്ടോ ഒരു ടാങ്ക്, ഇതുപോലുള്ള ടാങ്ക്. ഇതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല, ഇത് മുമ്പ് ഉപയോഗിച്ചതാണ്. ഇതുപോലെ അപ്പുറത്ത് ടാങ്ക് ഉണ്ട്, അതിനകത്ത് കളക്ട് ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ആ വെള്ളം അവർ കുളിക്കാനും അലക്കാനും ഒക്കെ യൂസ് ചെയ്യുക. കുടിവെള്ളം ഡയറക്റ്റ് ആ പൈപ്പ് നേരെ ആ വില്ലേജിലേക്ക് എത്തും. ഫുൾ ടൈം 24 hours ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ബാക്കിയുള്ള ആവശ്യങ്ങൾക്കുള്ളത് ഇങ്ങനെ ടാങ്കിൽ കളക്ട് ചെയ്തിട്ട് എടുക്കും. ആ മരം കണ്ടില്ലേ, ആ കൊമ്പ് ചുള്ളിയായിട്ട് നിൽക്കുന്ന മരം, അതിലുണ്ട് ഒരു കായ്. നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഒരു കായാണ്. കായ എടുത്തിട്ട് പൊടിക്കും. പൊടിച്ചിട്ട് ഒരു വെള്ളത്തിലിട്ടിട്ട് അത് നമ്മൾ ഈ കൂകപ്പൊടിയൊക്കെ അതുപോലെ ഒരു കൂകപ്പൊടി പോലെ ആവും അത്. പിന്നെ അത് നമുക്ക് അപ്പത്തിന് നമ്മൾ പൊടി കലക്കുമല്ലോ, കഴിക്കുന്ന പോലെ നമ്മൾ പ്ലേറ്റിലിട്ട് നമ്മളെ ചൂടാക്കിയിട്ട് അങ്ങനെ നല്ല അലുവ പോലെ ആവും. അതെ, ഇവര് മെഡിസിനാണ്. ഈ വില്ലേജ് ആൾക്കാരെ മെഡിസിനാണത്. അതെ, ഇങ്ങനെയുള്ള മലകളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും അവർക്ക് അവരുടെ ആ ഒരു ജീവിത പരിസരത്ത് തന്നെ കിട്ടും കേട്ടോ. ഇവിടെ കണ്ടോ, ഇതൊക്കെ ശരിക്കും മഴക്കാലത്ത് നല്ല വെള്ളം ഒലിക്കുന്ന സ്ഥലങ്ങളായിരിക്കും കണ്ടോ. ഇപ്പം ഇല്ല. അതുപോലെ തന്നെ മഴക്കാലത്ത് ഇവിടെ 3-4 നല്ല അടിപൊളി വെള്ളച്ചാട്ടങ്ങളുണ്ട് ഇത്ര കേട്ടോ. അതൊന്നും ഇപ്പം ഉണ്ടാവില്ല. ഇത് കണ്ടോ, നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ കേട്ടോ ആ പൈപ്പും വെള്ളത്തിൻ്റെ പൈപ്പും പോണത്. ഈ വഴി എന്താ രസമല്ലേ. ചെറിയ വഴി കേട്ടോ, താഴേക്കാണ്ടോ നല്ല കൊക്ക പോലെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള കുഞ്ഞു വഴികൾ. എന്താണ് ഏതാ? ഓക്കെ കണ്ടോ. കഴിഞ്ഞ ദിവസം അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഞാൻ ഒരു ചായ കുടിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് സാധാരണ തേയില ഉപയോഗിച്ചുണ്ടാക്കിയതല്ല. ഇവർ ഈ മരത്തിൻ്റെ തൊലി ഇങ്ങനെ ചെത്തിയെടുക്കും കണ്ടോ. ഈ തൊലി പുറം തൊലി അല്ല, അത് പുറം തൊലി ജസ്റ്റ് കളഞ്ഞിട്ട് ഉള്ളിലുള്ള ചുവന്ന കളറുള്ള ആ ഒരു തൊലി അതെടുത്തിട്ട് ആണ് ഇവർ ചായ ഉണ്ടാക്കണേ. ഇത് കൊള്ളാം. എന്താ പൂ? ആയിക്കോട്ടെ ഞാൻ നടക്കാം. പപ്പി ഗോ. ഓക്കെ ബൈ. ഹസീബിൻ്റെ ഫ്രണ്ട്സ് 2-3 പേര് താഴെ നിന്ന് വരുന്നിട്ടേ, അപ്പോൾ അവരെ പോയിട്ട് പിക്ക് ചെയ്യൊക്കെ വേണമെന്ന് പറഞ്ഞു. അവരും കൂടി വന്നിട്ട് നമുക്കിങ്ങനെ നടക്കാൻ പോകാമെന്നാണ് പറയുന്നത്. പക്ഷെ അവർ വൈകിയത് കൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ പരിചയമുള്ള ആൾ പോയിട്ടോ. പേടിയുണ്ടോ? ഇല്ലല്ലേ. അപ്പോ ശ്രദ്ധിച്ചിട്ട് പോണം, താഴേക്ക് വീഴരുത്. ഓരോ മൊമെന്റും ശ്രദ്ധിച്ചിട്ട് പോണം കേട്ടോ. അശ്രദ്ധമായി നടക്കരുത് കേട്ടോ. താഴേക്ക് വലിയ കുഴിയാണേ. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും കാണാൻ ഉദ്ദേശിച്ച് പോകുന്ന ഒരു സംഭവമുണ്ട് കേട്ടോ. അതായത് ഇവിടെ ഒരു കല്ലുണ്ട്, ഒരു പ്രത്യേകതരം കല്ലാണ്. നമ്മൾ വെള്ളാരം കല്ല് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവമാണ്. പക്ഷേ വെള്ളാരം കല്ലല്ല, അതിൻ്റെ കുറച്ച് ഹെവി ക്വാളിറ്റി ഉള്ളതാണ്.
നമ്മുടെ ഡ്രസ്സിലും അതുപോലെ ആഭരണങ്ങളിലൊക്കെ വെക്കുന്ന കല്ലുകൾ ഉണ്ടാക്കൂലേ, ഡയമണ്ട് ഷേപ്പിൽ കട്ടിയിട്ട് ഇങ്ങനെ വെക്കുന്ന കല്ലുകളില്ലേ, അത് ഉപയോഗിക്കുന്നതാണെന്നാണ് പറയുന്നത്. നല്ല വിലയാണ് അതിന്. അപ്പോൾ അത് ഇവിടുന്ന് ആൾക്കാർ കളക്ട് ചെയ്യാറൊക്കെ ഉണ്ട്. ഡയമണ്ട് അതിൻ്റെ കൂടിയ സാധനമായിരിക്കും. അപ്പോൾ അത് കളക്ട് ചെയ്യുന്ന സ്ഥലമുണ്ട് കേട്ടോ അവിടെ. ഭയങ്കര സംഭവം എന്നാണ് പറയണേ. നമുക്ക് അവിടേക്ക് എത്തുമോ നോക്കാം. കുറച്ചങ്ങോട്ട് പോകാനുണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ. നിൽക്ക് അവിടെ ഒരു ഇച്ചിരി ഡേഞ്ചറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ് അപ്പു ആ എന്നാ പിടിക്കാം, അത് ഇരുമ്പല്ലേ. ആ ഫെബിക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ആ കമ്പിനെ മുറുക്കി പിടിച്ചിട്ട് കയറിക്കോ. കമ്പി സേഫാ? ഒന്നുമില്ല, അതൊക്കെ നമുക്ക് ശരിയാക്കാം, പ്രശ്നമില്ല. കേൾക്ക് ശ്രദ്ധിക്കട്ടോ അപ്പു, നോക്കണേ. പോവില്ല അപ്പുന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. പിടിച്ചോളൂ കൈ കൊടുക്ക്. ഇങ്ങനത്തെ വഴിയാണല്ലേ. അപ്പൊ ആടുകളെ കൊണ്ടൊക്കെ ഈ വഴിക്കാണോ പോണവര്? ഇപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ പോകുമ്പോ കുട്ടികളുടെ സ്ഥിരം ഡയലോഗാണ്, സുഭാഷേ കുട്ടേട്ടാ. ആ ഇത് ഫുള്ള് ഇങ്ങനെ തന്നെ ഉണ്ടോ. ഞാൻ വിചാരിച്ചതേ നമ്മൾ താഴെ നിന്ന് തുടങ്ങുമ്പോൾ ഒരു റോഡ് പോലെയാണല്ലോ, കുറച്ച് വീതിയുള്ളൊരു വഴി ഇങ്ങനെ, അതുപോലെ ആയിരിക്കും ഞാൻ വിചാരിച്ചത്. ഇവിടെ ഒരു മരത്തിലൊരു ചോന്ന പൂവുണ്ട് കേട്ടോ, നല്ല കട്ട ചോപ്പാണ്. ഹസീബ് പറഞ്ഞായിരുന്നു ഇവരിങ്ങനെ ട്രക്ക് ചെയ്യാനൊക്കെ പോകുമ്പോൾ, മല കയറാനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കിതപ്പ് വരില്ലേ, ക്ഷീണമൊക്കെ വരില്ലേ, അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പൂവ് കഴിക്കുന്നു. ഒരു ചുവന്ന കളറിലൊരു പൂവ് ഇങ്ങനെ കഴിക്കുത്തര. അത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉഷാറാവുന്നു, അതാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും പുള്ളി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം അത് അതാണെന്ന് കേട്ടോ. പഠിക്കട്ടെ. ആ അത്രേ ഉള്ളൂ പണി. ഒന്നുമില്ല, കുഴപ്പമില്ല, സ്ലിപ്പാവുന്നില്ല. അത് പോയാൽ മതി, സ്ലിപ്പാവുന്നില്ല. ശ്രദ്ധിക്കണം എന്നുള്ളൂ കേട്ടോ. ഓരോ സ്റ്റെപ്പ് ശ്രദ്ധിച്ച് വെക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. നോ ഇഷ്യൂസ്. എന്ത് തിന്നാൻ പറ്റുമെന്ന് പറഞ്ഞോ? അത് പക്ഷെ അവൻ ഉണ്ടായപ്പോൾ ഈ പൂവ് നമ്മൾ കണ്ടില്ലല്ലോ. സംഭവം എന്താ പറയുക, കൺഫ്യൂഷൻ. ഈ പൂവാണോ അവൻ പറഞ്ഞതെന്നൊരു ഡൗട്ട് ഞങ്ങൾക്ക്. ഉറപ്പിക്കാതെ തിന്നാനുള്ള ധൈര്യമില്ല. സംഗതി ഇത് തന്നെയാണ് കണ്ടിട്ട് അല്ലേ. അവന് വാട്സാപ്പിൽ അയച്ചു കൊടുത്താലോ, നെറ്റ്വർക്ക് ഉണ്ടോ? ചില മരങ്ങൾ ഇങ്ങനെ തളിർത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൂര്യൻ്റെ വെളിച്ചം കൂടി ആകുമ്പോൾ എന്ത് രസമാണ് അറിയാം കാണാൻ. അതിൻ്റെ തളിരിങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പൂവ് എന്തായാലും നമ്മൾ കഴിക്കുന്നില്ല. ഹസീബ് വരട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. എന്താണ് ഇതന്നെയാണ് അവരെ വീടിന്റെ റൂഫായിട്ട് ഉപയോഗിക്കുന്നത്. നല്ല ഫ്ലാറ്റ് അല്ലേ? ആ കല്ലല്ലേ, നല്ല വൃത്തിയല്ലേ. കറക്റ്റ് ഇങ്ങനെ പരന്ന സ്ലാബ് ആക്കി മാറ്റിയിട്ടില്ലേ. നടക്കടാ അപ്പു, നടക്ക്. കല്ലിന്റെ പീസല്ലേ, ടൈല് പോലെ. ഗ്രാനൈറ്റ് തന്നെയാണ്. തന്നെയല്ലേ ഗ്രാനൈറ്റ്. താഴത്തെ ആൾക്കാരുണ്ടാവും. നടക്ക്. ആളുണ്ടെങ്കിലോ? ഇല്ലല്ലോ എന്ന് പറയാൻ പറ്റില്ല, നമ്മളിപ്പോ കാട്ടില്ലല്ലോ. അതേപോലെ താഴെ ആളുണ്ടെങ്കിൽ അവർ തലയിൽ വീഴില്ലേ. അത് ഉണക്ക കൊമ്പാണ്, അത് പിടിച്ചിട്ട് വലിച്ചാണ് കേറുവാണ്, അതിന് വീഴും. ഫോട്ടോക്ക് വേണ്ടി എന്തും ചെയ്യും. ഇതേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പൂവിനെ നമ്മൾ തൊട്ടടുത്ത് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫെബിക്ക് ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വലിഞ്ഞു കയറിയത് ഈ ഉണക്കക്കൊമ്പയെ പിടിച്ചിട്ടാണ്. ഒരു കൊലയിൽ കുറെ പൂ ഒരുമിച്ചാണ് അല്ലേ? അതിന് ഒക്കെ കൂടെ ഒറ്റ പൂവാണെന്ന് അറിയില്ല. അല്ലല്ല, ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെയാണ്. അതിന്റെ അകത്തുള്ള ആ ഒരു സാധനല്ലേ, ഈ സെന്ററിലുള്ള ഈ സാധനം കളഞ്ഞിട്ട് ഇത് മൊത്തം ചവച്ചരച്ചിട്ട് കഴിക്കാത്രേ ട്രക്ക് ചെയ്ത് പോണെങ്കിൽ. പിന്നെ നമ്മളിത് ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോ നമ്മൾ കണ്ടില്ലേ, നേപ്പാളിന്റെ ഒക്കെ നാഷണൽ ഫ്ലവർ അങ്ങനെ കണ്ടു. പിന്നെ ഇന്ത്യയിലും ശ്രീലങ്കയിലും നേപ്പാളിലും ഭൂട്ടാനിലും ഒക്കെയാണ് ഈ പൂവ് കാണപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് അതിനകത്ത് ഇൻഫർമേഷൻ കിട്ടി. അതെ. ഇത് സയന്റിഫിക്കലി ഒന്നും അതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണ ഒന്നുമില്ല കേട്ടോ. പക്ഷേ ഈ വില്ലേജിലത്തെ ആൾക്കാരും ഈ ഇങ്ങനെ മല കയറി പോകുന്ന ആൾക്കാരൊക്കെ കിതപ്പൊക്കെ വരുമ്പോഴൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടുന്നതാണ് അവർ വിശ്വസിക്കുന്നിട്ട് അവർ ചെയ്യുന്നതും. പിടിച്ചൊരു ആ ഉണക്കൊമ്പെന്ന് വിട്ടിട്ടുണ്ട് കൈമ പിടി. ഇത് നമുക്ക് പിന്നെ കഴിക്കാം കേട്ടോ. നടക്ക്. നമുക്ക് ഇനി കുറേ ദൂരം പോകാണ്ട്. ഇങ്ങനത്തെ പൂവ് ഇനി ഒരുപാടുണ്ടാവും. ഇവിടെ കണ്ടോ, മോളിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഒലിച്ചു വന്നതോ അതോ മണ്ണിടിഞ്ഞ് വന്നതോ എന്തോ ആണ് കേട്ടോ. ഇവിടുന്ന് ഈ വഴിയൊക്കെ കുറേ അങ്ങോട്ട് പൊളിഞ്ഞ് താഴേക്ക് പോയിട്ടുണ്ട് കണ്ടോ. നമുക്കറിയാം കഴിഞ്ഞ വർഷം മണാലിയിലുണ്ടായ ഭയങ്കര മഴ, ക്ലൗഡ് ബേസ്റ്റ്, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, അതൊക്കെ ഭയങ്കര ഭീകരമായിരുന്നു. മണാലിൻ്റെ മൊത്തം നശിപ്പിച്ചിരുന്നു. മണാലിക്കുള്ള റോഡൊക്കെ മുഴുവനായിട്ട് നശിപ്പിച്ചിരുന്നു. ആ സമയത്ത് ഇവിടെ ഇവർ
ഹസീബൊക്കെ ഈ വീട്ടിൽ ശരിക്കും ഒറ്റപ്പെട്ട് പോയിരുന്നു ഇത്രേ, എങ്ങോട്ടും പോകാൻ പറ്റാതെ 2 മാസത്തിലധികം സമയം പുറം ലോകം പോലും കാണാതെ കുറച്ച് താഴേക്ക് പോയിട്ട് അത്യാവശ്യം സാധനം വാങ്ങിക്കൊണ്ടിരുന്നു. അതായത് എന്താ പറയുക 14 കിലോമീറ്റർ എങ്ങാണ്ട് നടന്നു പോകണത്രേ എന്തെങ്കിലും സാധനം കിട്ടണമെങ്കിൽ. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ട കഥയൊക്കെ അവർ പറഞ്ഞിരുന്നു. വലിയൊരു കല്ലുണ്ട്, പിന്നെ മരം ഇങ്ങനെ ചെത്തി ഗ്രിപ്പ് കിട്ടും നമുക്ക് കിട്ടാൻ വേണ്ടിട്ട്. അത് കൊള്ളാം. ഇവിടെ സ്ഥിരം ആൾക്കാർ നടക്കണല്ലേ, അപ്പൊ ഒരു മരം വലിയ മരം കേട്ടോ, ഭീകരൻ പുഴങ്ങി വീണിക്കുക. അപ്പോൾ അതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടേ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. അവിടെ ഞാൻ ചവിട്ടിയിട്ട് ഇങ്ങനെ കണ്ടോ, ഇവിടെ ഒരു കല്ല് വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്തായാലും കൊള്ളാട്ടോ, സ്ഥിരം ആൾക്കാർ നടക്കുന്നതുകൊണ്ടേ സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെയ്തേക്കാം. അപ്പോൾ നോക്കിയിട്ട് വാട്ടോ, ശ്രദ്ധിച്ചിട്ടോ. വെള്ളം പോണ സൗണ്ട്. ഞങ്ങൾ 2 ബോട്ടിൽ വെള്ളം എടുത്തായിരുന്നു കേട്ടോ, പക്ഷേ വെള്ളം എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ വെള്ളം ഉണ്ടാവുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ ഇവിടെ മുകളിൽ നിന്ന് വരുന്നൊരു വെള്ളം ജസ്റ്റ് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പൊക്കെ സെറ്റാക്കിയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കുടിക്കുക. അടിപൊളി. അവിടുന്ന് കുപ്പിയിലാക്കി കൊണ്ടുവരുന്ന വെള്ളം ഇത് തന്നെയാണ് കേട്ടോ. ഈ സെയിം വെള്ളം തന്നെ നമുക്ക് അവിടെ പൈപ്പിൽ കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ വെറുതെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയപ്പോൾ കണ്ടോ, ഈ മരങ്ങളുടെ അടിയിൽ കൂടെ ദൂരെ ഒരു വില്ലേജ് ഇങ്ങനെ കാണാം കേട്ടോ. കണ്ടോ, വേറൊരു മലേൻ്റെ. അത് നമ്മളെ വില്ലേജ് അല്ലല്ലോ, ആണോ? ആ ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റാണ് കേട്ടോ, നമ്മളെ വില്ലേജ് തന്നെയാണ്. പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങനെ ചുറ്റിയിട്ടാണ് ഇങ്ങനെ കയറി വന്നത് കേട്ടോ. ഏകദേശം ഒരു 1.5 മണിക്കൂറിലധികമായി നമ്മളിപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ട്. എന്താണ് ഇവിടെ ആൾക്കാരൊക്കെ എന്തിനോ വരുന്നുണ്ട് കേട്ടോ, അവിടെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ നാശമായി കിടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് നമ്മുടെ വഴിയിലൂടെ തന്നെ പോവാം. ശരി, എൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പോഴത്തേക്ക് ഇവിടെ തീറ്റ തുടങ്ങി. നമ്മൾ ട്രക്കിങ്ങിന്റെ ഒരു കുഞ്ഞി ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. ഈത്തപ്പഴാണോ? ആ ബിസ്ക്കറ്റ്. എന്ത് ബിസ്ക്കറ്റ് അപ്പു? എന്ത്? ഇപ്പോഴുള്ള സ്ഥിരം പരിപാടിയാണ്, ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് ഈത്തപ്പഴം വാങ്ങിയിട്ട് ബാഗിലെടുത്തോ. അതായത് യാത്രയിൽ മിക്കപ്പോഴും നമുക്ക് വിചാരിച്ച സമയത്തൊന്നും ഫുഡ് കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ ഒരു 4 ഈത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെറ്റാവും. എനർജി താനേ വരൂലേ. അതിൻ്റെ ആൾ ഫെബി കേട്ടോ, അതെപ്പോഴും ഓർമ്മിപ്പിച്ച് അത് വാങ്ങി എൻ്റെ ബാഗിലിടുന്ന ആള് ഫെബിയാണ്. ആ നമുക്ക് കുറച്ച് 10 കൊല്ലം കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ഇവിടെ ഒരു ഈന്തപ്പനയും അതിൽ കുറെ ഈത്തപ്പഴം ഒക്കെ നിങ്ങളൊക്കെ അങ്ങനെ ബൈക്കൊക്കെ എടുത്ത് റൈഡേഴ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പൊ ഏത് ബൈക്കാ? ഡ്യൂക്കാ. ഇവിടെ അല്ലേ ചാരി ഇരുന്നേ, ഈ മരത്തിമല്ലേ? ഞാൻ ചാരി ഇരുന്നിട്ട് വെറുതെ കയ്യിലൊരു പശ പോലെ ആയിട്ടോ. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ആക്കിട്ട് വെറുതെ പിന്നെ മണത്ത് നോക്കിയപ്പോ മറ്റേ യൂക്കാലിപ്സ് ഇല്ലേ, അതല്ലേ ഇത്? എന്തൊരു മണാ, വലിയ മരല്ലേ. ഒരു മരം എടുത്തോ. ഈ മരം എങ്ങനെ ആൾക്കാർ ലേലം വിളിച്ചിട്ട് എടുക്കൂത്രേ. അതായത് ഇതിപ്പോ കുറച്ച് കമ്പാരിറ്റീവ്ലി ചെറുതാണ്. വലിയ വലിയ മരങ്ങളുണ്ടല്ലോ ഇവിടെ, 50,000, 1 ലക്ഷം, 1.5 ലക്ഷം ഒക്കെ പറഞ്ഞിട്ട് ഒരു മരമൊക്കെ വീടൊക്കെ പണിയാണേ. എന്നിട്ട് മരം മുറിച്ചിട്ട് ഇവർക്ക് ഇങ്ങനെ ഈ സോമില്ലിൽ കൊണ്ടുപോകുന്ന പരിപാടിയൊന്നും കാര്യമായിട്ടില്ല. ഇവർ കൈ കൊണ്ടുള്ള സോ ഉണ്ടല്ലോ, വാള്, അറക്കവാള്, അതുകൊണ്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്യുക. ഇത് കണ്ടോ, നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലെ മില്ലിൽ, അറക്ക മില്ലില്ലേ, അവിടെ കാണുന്ന സാധനമാണ് കേട്ടോ ഈ കാട്ടിൽ കാണുന്നത്. കണ്ടോ മില്ലിലുണ്ടാകുന്ന വേസ്റ്റ്, അതാണ്. ഇവർ കൈ കൊണ്ടുള്ള ആ ഒരു വാളും കൊണ്ടാണ് ഈ മരങ്ങളൊക്കെ ഇങ്ങനെ സ്ലൈസ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഇങ്ങനെ കൊണ്ട് നടക്കാവുന്ന ചെറിയ പ്ലെയിനർ മെഷീനൊക്കെ ഉണ്ട് കേട്ടോ, അത് ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ. മരമാണല്ലോ ഇവരുടെ വീടിൻ്റെയൊക്കെ ഒരു 90%. അതുകൊണ്ട് പക്ഷേ അതിനൊന്നും അവർ മില്ലുകളെയൊന്നും ആശ്രയിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. അത് ഭയങ്കര അത്ഭുതമായി തോന്നി എനിക്ക്. ഇതേ അവരങ്ങ് എത്തി. ഇവിടെ എത്തിയപ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലം, ഭയങ്കര വെയിലൊക്കെ ആയിട്ട്. ഇതെന്താ മരങ്ങൾ മുറിച്ച് കളഞ്ഞതാ? എന്ത് സൗണ്ടാ കേട്ടേ? എന്തോ ഒരു സൗണ്ട് കേട്ടു. എന്തോ ഒരു സൗണ്ട്, മനുഷ്യന്റെ സൗണ്ടാണ്. ശരിക്കും വ്യക്തമായില്ല ഇവര് സൗണ്ട് ഉണ്ടാക്കിയപ്പോ. അതെന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നു. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ആൾക്കാർ ഈ മരം വെട്ടാനൊക്കെ വന്ന ആൾക്കാരുണ്ടാവും. മനുഷ്യന്റെ സൗണ്ട് ആയിരിക്കും, വേറെ എന്ത് സൗണ്ട് കേൾക്കാൻ? നിങ്ങൾക്ക് മതിയായിട്ടൊന്നുമില്ലല്ലോ. പേടിയുണ്ടോ? പേടിക്കാനൊന്നും ഇല്ല എന്നല്ലേ ഇപ്പം എല്ലാവരും പറയുന്നത്. പിന്നെന്താ പ്രശ്നം? പോയൊക്കെയല്ലേ.
വാ. ഇനിയിപ്പോൾ കുറച്ച് വെയിലാണ് കേട്ടോ. എന്ത് രസമുള്ള സ്ഥലമാണെന്നൊക്കെ. പിന്നെ എങ്ങനെ നടന്നിട്ട് മടുക്കുന്നത്. ഇനി കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നല്ല സൂപ്പർ സ്ഥലം അത്ര കാണാൻ. അത് പട്ടിയൊന്നല്ല കേട്ടോ, പുലിന്റെ ഫെബിയേ, ശരിക്കും പുലിന്റെ കുട്ടിയാണ്. എന്തോ ഒരു മൃഗത്തിനെ കണ്ടു. ഈ കുറ്റിന്റെ പുറകിൽ എന്തോ ഒരു മൃഗത്തിനെ കണ്ടു പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടിയതാണ് കേട്ടോ. പിന്നിക്കന്നെ നോക്കിയേക്കോ, അവിടെ ഇരിക്കണ്ട സാധനം എടുത്തു. ആ ഇതാണ്. ഇതിനെങ്ങനെ കണ്ടിട്ട് പിന്നെയും അത് പുലിന്റെ കുട്ടിയാണ് കേട്ടോ, പറ്റിയൊന്നല്ല എന്ന് പറഞ്ഞിരിക്കാണ്. അത് അന്നെ കണ്ട് പേടിച്ചിട്ട് ഒതുങ്ങിയിരിക്കാണ് പോരെ. ഞാനായിരുന്നു മുന്നിലേ ഫസ്റ്റ് ഇങ്ങനെ വന്നത്. എന്നോട് പറയണേ, ഞാൻ ശരിക്ക് കണ്ടു എന്തോ ഒരു മൃഗാണെന്ന്. ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് മൃഗാന്ന് അറിയില്ലേ. ഇങ്ങോട്ട് വാ. ഇപ്പൊ ഒരു തീരുമാനം പറയണം. ഓരോ മൊമെന്റിലും ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ തിരിച്ചു പോകണോ മുന്നോട്ട് പോകണോ? മുന്നോട്ട് പോയി നോക്കാം. അതിക്ക് കൺഫ്യൂഷനാ. അപ്പുവിന് കൺഫ്യൂഷൻ ഒന്നുമില്ല. എനിക്കോ മുന്നോട്ട് പോവാം. കുറേ നേരം അവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നടക്കാൻ തുടങ്ങി കേട്ടോ. ഇപ്പോൾ കുറച്ച് സമയം നമുക്ക് ഭയങ്കര കയറ്റം കിട്ടി. കുറേ ദൂരം നടക്കണമെങ്കിലും കയറ്റം ഉണ്ടായിരുന്നില്ല അല്ലേ, ലെവലായിരുന്നു. അവിടെ ആ ബ്ലാങ്കറ്റിനുള്ളിൽ ഇങ്ങനെ കടന്നാൽ മതി എന്ന് തോന്നുന്നുണ്ടോ? അയ്യോ, ആ എല്ലാവരുടെ കയ്യിലും ഓരോ വടിയൊക്കെ ആയിട്ടോ. ആ എനിക്ക് 2 വടി ഉണ്ട്. 2 വടി ബുദ്ധിമുട്ടാണ്. ഒരു വടി കുത്തി കുത്തി നടക്കാൻ വേണ്ടത്. ഓൻ്റെ ബോഡി ഫിറ്റാണ് അല്ലേ. അപ്പോൾ രാവിലെ ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോഴേ നമ്മൾ ആ വീട്ടിലിരിക്കുമ്പോൾ താഴത്തുള്ള വഴി കൂടി ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങോട്ട് കയറി വരുന്നത് കാണാം കേട്ടോ. ആടുകളെയും കൊണ്ടും ചിലരൊക്കെ ഇങ്ങനെ മഴുവൊക്കെ എടുത്തിട്ട് അവരുടെ ടൂൾസ് കൊണ്ടൊക്കെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങോട്ട് പോകുന്നത് കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ കാണുന്നു. പക്ഷേ ഇതുവരെ ഒരു മനുഷ്യൻ്റെ കുട്ടിനെ കണ്ടിട്ടില്ല കേട്ടോ. വേറെ വഴിയൊന്നും കണ്ടില്ലല്ലോ. എന്താ സംഭവം എന്ന് അറിയില്ല. അയ്യോ, ഒരുപാട് കയറ്റം കയറിയിട്ട് നമ്മളിപ്പോൾ പൊരട്ടെ. കുറേ പോയാൽ നമുക്കൊരു ഓപ്പൺ സ്പേസ് ഇങ്ങനെ കിട്ടും എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അതായത് മരങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഏരിയ, കുന്നുകളൊക്കെ ആയിട്ട്. അതാണോ എന്നൊരു സംശയമുണ്ട്. പ്രതീക്ഷകളാണല്ലോ. അങ്ങോട്ടൊരു ആകാശം മാത്രം കാണുന്നുണ്ട്, മരങ്ങളൊന്നും ഇല്ലാതെ. ചിലപ്പോൾ അതായിരിക്കും. ആദ്യം പതുക്കെ പോ. ആദ്യം ഓപ്പൺ സ്പേസ് എന്ന് കണ്ടപ്പോഴേ ഹരം കൂടിയൊക്കെയാണ്. സ്പീഡിൽ പോണ്ട, ഒരുമിച്ച് പോയാൽ മതി. ഇതാ ഓപ്പൺ സ്പേസ് അല്ല കേട്ടോ. പക്ഷെ അപ്പൊ നോക്കിയേ, മഞ്ഞുമല. ദൂരെ നമുക്കൊരു മഞ്ഞുമല കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കുറെ പാറകളാണ് കേട്ടോ, പാറക്കെട്ടുകളാണ്. ഇവിടെ ഇങ്ങനെ വിശ്രമിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നത് പകുതി ദൂരമായി എന്നാണ് അല്ലേ. ഇങ്ങനെ ഈ പാറക്കെട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ നടന്ന അത്രയും കൂടി നടന്നാലാണ് നേരത്തെ പറഞ്ഞ നമ്മളാ കല്ല് എന്താ ട്രഷർ അല്ലേ, ട്രഷർ. ഇങ്ങനെ ട്രക്ക് ചെയ്തിട്ട് ഉറക്കം വരുന്ന ആളെ ഞാൻ ആദ്യമായിട്ട്. ഇത്രയും കൂടി ദൂരം നടക്കാനുണ്ടാവും നമുക്ക് അവിടേക്ക് എത്തണമെങ്കിൽ. പോവാണല്ലേ. ആ ഓൻ ആ കല്ലിന്റെ ഒരു പീസ് എടുത്ത് കൊണ്ടുപോകണം അത്രേ. അത് എടുക്കാൻ പാടില്ല അത്രേ. എന്താ ഇന്ത്യത്തെ രാജാവ് ആരാന്നോ? രാജഭരണം ഉള്ള സ്ഥലത്താണ് രാജാവ് ഉണ്ടാവുക. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. നിന്നുറങ്ങാണ് എല്ലാരും. വടിയാണ് ഇപ്പൊ ഫുള്ള് ആശ്രയം. മതിയായില്ലേ? ഇപ്പൊ കണ്ട ആ പാറക്കെട്ടൊക്കെ ഉള്ള അവിടുന്ന് പിന്നെ കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ കണ്ടോ നിലത്ത് നല്ല രസമുണ്ട് കാണാൻ. എന്തോ ഒരു അത് മറ്റേ പൂവാണ്, നമ്മളാ പറഞ്ഞ പൂവാ. നമ്മളാ പറഞ്ഞ പൂവില്ല, അത് കുറേ വീണ് കിടക്കാം കേട്ടോ. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് 2 വഴി കാണുന്നുണ്ട്. ഇങ്ങനെ താഴേക്കൊരു വഴിയുണ്ട്, മുകളിലേക്കൊരു വഴിയുണ്ട്. ഏത് വഴി പോകുന്നൊരു ഐഡിയ ഇല്ല. നമ്മൾ ഇതുവരെ വന്നപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല, കാരണം ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 2 വഴിയായി. നമുക്ക് ടോസ് ഇട്ടാലോ? ആണോ? ഏകദേശം ഒരു ഊഹം അല്ലേ. ഇവിടെ ഇതുവരെ നമ്മൾ കണ്ട വഴികളൊക്കെ ഇങ്ങനെ നിറയെ ആളുകൾ നടക്കുന്ന അല്ലേ.
പക്ഷേ ഇപ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അധികം ആൾക്കാർ പോകുന്ന വഴിയായിട്ട് തോന്നുന്നില്ല. ഇല ടോസ് ഇടാം. പക്ഷെ അതല്ല, നമുക്ക് എവിടെയെങ്കിലും വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. നമുക്ക് അവരെ വിളിച്ചു നോക്കാം. അവൻ ടോസിൻ്റെ ആണ് ഇപ്പോൾ. അതൊരു പ്രശ്നമാണ്, നിറച്ചാലും താഴത്ത്. സംഭവം നമ്മളെ പ്ലാന് കുറച്ചൊന്ന് പാളി കേട്ടോ. അതായത് ഒന്നാമത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ വൈകി. പിന്നെ ഇപ്പോൾ നമ്മളെ കൂടെ വരാമെന്ന് പറഞ്ഞ ആൾക്കാരില്ലേ, 2-3 പേര് താഴേന്ന് വന്നിട്ട് വേണം പിന്നെ നമ്മുടെ കൂട്ടുകാരൻ അവരെ കൂട്ടിയിട്ട് നമ്മുടെ പുറകെ വരാമെന്ന് പറഞ്ഞത്. പക്ഷേ ആ താഴേന്ന് വരാമെന്ന് പറഞ്ഞ ആൾക്കാർ ഒരുപാട് ലേറ്റായി. അപ്പോൾ ഇനിയിപ്പോൾ അവർ അവിടുന്ന് പോന്നിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് വരെ എത്തുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റാവും. പിന്നെ നമ്മൾ ഒരുമിച്ച് നമ്മൾ ആ കല്ലിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് പിന്നെയും ഒരുപാട് ലേറ്റാവും. 6 മണിയെങ്കിലും കഴിയും. അങ്ങനെ പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകണമെങ്കിൽ നല്ല ഇരുട്ടാവും. ഇരുട്ടത്ത് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിയിലൂടെ തിരിച്ചു പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ തൽക്കാലം തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ആ കല്ല് നമുക്ക് എന്തായാലും കാണണം. ആ കല്ല് എടുക്കുന്ന പരിപാടി എന്തായാലും കാണണം. അങ്ങനെ വീണ്ടും നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ലേ ആ ഒരു പൂവുള്ള, ആ കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ പൂവില്ലേ, അവിടെ എത്തി. അപ്പൂനെ അതൊന്ന് കഴിച്ചാൽ കൊള്ളാണ്ട്. ആ ഒരു ചേട്ടൻ വരുന്നുണ്ടല്ലോ. ഹായ്. ठीक है, खा सकते हैं यार? फूल 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 खा सकते हैं? हाँ जी, आप थोड़ा खा लो. ആ ഓക്കെ. ഒരാളെ കണ്ടു കേട്ടോ. ഇതുവരെ കണ്ടിട്ടില്ല. പുള്ളി എന്തോ മരം വെട്ടുകാരനെന്ന് തോന്നുന്നുണ്ട്. ഒരു മഴവും കൊണ്ടൊക്കെ പോകുന്നുണ്ട്. ഹായ് അടിപൊളി. അപ്പോൾ എനിക്കൊരു ഫോട്ടോ എടുക്കണം. ഇല്ല ബേബി ഇത് പറിക്കണ്ട എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോ പറിച്ചപ്പോ ഫോട്ടോ എടുക്കണം. ശരിക്കും ചെമ്പരത്തിന്റെ ഒരു തന്നെയാണ്. പക്ഷെ ഇത് ഒറ്റ ഇതളാണ്. ചെമ്പരത്തിക്ക് കുറെ ഇതളുകളായിരിക്കില്ലേ, ഇതൊരൊറ്റ ഒന്നാണ്. ഇതളായിട്ട് വേറെ അല്ല. നമുക്കിതിന്റെ അകത്തുനിന്ന് ഈ പൂ കണ്ടപ്പോഴത്തേക്ക് അപ്പൂന് എനർജി കിട്ടി. ഇതിന്റെ അകത്തുള്ള ഈ സംഭവം കളയാട്ടോ. പിന്നെ നമുക്ക് ഈ പീസ് കഴിച്ചു നോക്കാം. ഒരു പുളിപ്പ്. മധുരല്ല, മധുരൊന്നുമില്ല അല്ലേ? അപ്പൂന്റെ റിവ്യൂ കിട്ടിയില്ല. മതി. ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കഴിക്കാട്ടോ. അപ്പൂ നടക്ക്. അങ്ങനെ ഒരു 5 മണിയായപ്പോൾ നമ്മൾ വീണ്ടും നമ്മളെ വീട്ടിൽ തിരിച്ചെത്തിട്ടോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് പോയ കാര്യം നടന്നില്ലെങ്കിൽ പോലും ട്രക്ക് നല്ല സൂപ്പറായിരുന്നു അല്ലേ? കുട്ടികൾക്കൊക്കെ ആദ്യത്തെ ഒരു അതെ ട്രക്കിംഗ് അനുഭവമായിരിക്കും. അപ്പോൾ വന്നിട്ട് നമ്മൾ ചോറുണ്ടാക്കി, പിന്നെ മുട്ട റോസ്റ്റ് പോലത്തെ സംഭവം ഉണ്ടാക്കി, പിന്നെ ഒരു അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ടോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഈ വീട്ടിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി ഉണ്ട് കേട്ടോ. അതായത് നല്ല സൺസെറ്റ് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ട് 2-3 ദിവസമായിട്ടും സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം മേഘം മൂടിയതുകൊണ്ട് കേട്ടോ. ഇന്ന് ചെറിയൊരു സൂചന കിട്ടി നല്ല സൺസെറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഫോൺ അവിടെ വെച്ചു ടൈം ലാപ്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പതിവ് പോലെ മങ്ങി മേഘത്തിൻ്റെ അകത്തേക്ക് പോയി. മേഘത്തിൽ ലയിച്ചു പോയി. സൺസെറ്റ് കാണാൻ പറ്റിയില്ല, ഭംഗിയായിട്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് ചുറ്റിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങും കേട്ടോ. ജാക്കറ്റ് എടുത്തിട്ടില്ല എന്നുള്ളൊരു സംഭവം ഉണ്ട്. ഇപ്പോൾ വലിയ തണുപ്പില്ല, പക്ഷെ നമ്മൾ തിരിച്ച് കയറുമ്പോഴത്തേക്കും തണുപ്പുണ്ടാവും. ആക്ച്വലി ഞങ്ങൾ ഇറങ്ങിയത് നമ്മളിവിടുത്തെ ഈ കുഞ്ഞി കട ഉണ്ടല്ലോ, ആ കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാന്ന് വിചാരിച്ചിട്ടാണ്ടോ, വല്ല ലേസോ കടലേ. ആ അപ്പോൾ കുറച്ച് മിഠായി വാങ്ങിയിട്ട് നാളെ ആ സ്കൂളിലെ കുട്ടിക്ക് കൊടുക്കാമെന്നൊക്കെയുള്ള പ്ലാനിലാണ് ഇറങ്ങിയത്. അപ്പോനും പിന്നെ എന്താ മിഠായി വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കട തുറന്നിട്ടില്ല കേട്ടോ. അവർ കൃഷി സ്ഥലത്ത് പോയേക്കാണത്രേ. അപ്പോൾ അവരിപ്പോൾ വരുന്നൊരു ചേട്ടൻ പറഞ്ഞു. നമുക്ക് എന്തായാലും ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം അല്ലേ? ആ ഇതാ നമ്മളെ കുട്ടി. എന്താ പേരെന്തായിരുന്നു? അല്ലല്ല ഇവിടെ രുദ്രാക്ഷല്ല, വേറൊരു പേരാ, മറന്നു. അപ്പോൾ
അവരോട് കളിച്ചോ, ആ, അതാ. ഓടി കളിച്ചോ. കട. അതാ വരുന്നു, ഒരു ചേച്ചി വരുന്നുണ്ട് കേട്ടോ. ആ, അവരതാ കട. ആ ചേച്ചിയാണോ? ആ, അവരെന്തോ ഒരു സംഭവമൊക്കെ, എന്താ സംഗതി അത്? ചോളത്തിൻ്റെതാണോ? അത് ഏറ്റി വരുന്നുണ്ട് കേട്ടോ. क्या? मक्की, मक्की मक्की का चौलम चौलम कौन कौन? ओके ओके, किधर किधर से लेके आता है? ऊपर से? पेड़ में रखते हैं हम लगा के। ഓക്കെ 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 ഓക്കെ. ഇതേ അവിടെ ഏതോ ഒരു മരത്തിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കണേ, അവിടെ നിന്ന് എടുത്തിട്ട് വരാൻ അത്രേ. ഞാനാർക്ക് കേരളത്തിൽ ചോളാണ് പറയാതെ. അതന്നെ അതന്നെ ചോളം. ആയി. ഹലോ 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 ഹലോ, അങ്ങോട്ട് വീഴും. ഏയ്, ഓട്ടം തന്നെ, ഓടി കളിക്കാണ് കുട്ടികൾ. ഇതിവിടെ അങ്ങനെ ഒരു ഗ്രൗണ്ട് പോലെ ഉണ്ട് കേട്ടോ. കുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലം തന്നെ തോന്നുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഇരിക്കാനുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ട് കണ്ടോ. എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ നടക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കണ്ടോ, ഇവിടെ അങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും. ദേ, ഇയാൾ ഓട്ടം നിർത്തിയിട്ടില്ല. നമ്മളെ കട തുറന്നു കേട്ടോ, കട തുറന്നു, പോയി നോക്കാം. കടയിൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. മിഠായി ഉണ്ടോ? നല്ല മിഠായി എന്തല്ലേ? ലേസ് ഉണ്ടെങ്കിൽ വാങ്ങിച്ചു. ലേസ് ഇപ്പൊ പുതിയ വന്നാട്ടോ, ഇന്നലെ ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടോ? അപ്പൊ എന്നാ ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു. മാഗി വേണം? വേറെന്താ കുട്ടികൾക്ക് നാളത്തേക്ക് എന്താ വാങ്ങിക്കാം? നല്ല മിഠായി എന്തല്ലേ? സെൻട്രൽ അതാ നമ്മള് കേറിപ്പോയ അപ്പുവിന്റെ പരിപാടി. നമ്മളെ കടയിൽ അപ്പു കേറിപ്പോയ കാണിക്കുന്ന അതേപോലെ ഉണ്ട്. വേറെ എന്തെങ്കിലും മിഠായി നോക്ക്. എന്താ? സെൻട്രൽ ഫ്രഷ്. മിഠായി വേറെ അല്ലേ? വാങ്ങിച്ചോ? സന്തോഷത്തിലല്ലേ. നമ്മൾ കുറച്ച് സാധനം വാങ്ങിയിട്ട് പോരുമ്പോഴേ ആ അമ്മ രണ്ടുപേർക്ക് ഓരോ മിഠായി കൊടുത്തു. ഓക്കെ, പോവാല്ലേ? ദേ കുഞ്ഞിക്കുട്ടി പുറത്ത്. ചേട്ടാ ബൈ ബൈ ബൈ. ടിഷ്യൂ. ടിഷ്യൂ. ഇവളെ ഫോട്ടോ എടുക്കാൻ കിട്ടിയിട്ടില്ല. ഓടിയിട്ട് എങ്ങനെയാണ് ഫോട്ടോ എടുക്കാൻ കിട്ടിയിട്ടില്ല. എല്ലാരും വിളിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ. അവള് വരുന്നില്ല. കിട്ടൂല കിട്ടൂല. മിഠായി കൊടുത്തോണ്ട് ഫോട്ടോ എടുക്കാൻ സോപ്പിടുക. മിഠായി വാങ്ങിയിട്ട് അവള് ഓടും. രുദ്രാക്ഷി നല്ല കമ്പനി കേട്ടോ. പേര് ചോദിച്ചാൽ പറയുന്നുണ്ട്, ഫോട്ടോ എടുക്കാൻ നിന്നു. പിന്നെന്താണ്, പോരുമ്പോ ബായ് പറഞ്ഞപ്പോ ബായ് ഒക്കെ പറഞ്ഞു. പക്ഷെ സാക്ഷി അടുക്കുന്നില്ല, ഫോട്ടോ കിക്കുന്നില്ല. ലാസ്റ്റ് ബായ് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞു. തണുപ്പ് കൂടി വരുന്നുണ്ടേ. ജാക്കറ്റ് എടുത്തിരുന്നെങ്കിൽ കുറെ സമയം കൂടി ഇങ്ങനെ നടക്കായിരുന്നു അല്ലേ. തണുപ്പ് എല്ലാം കൂടി വരുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച സംഭവം ഇത് തന്നെയാണ് കേട്ടോ. ഈ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും സാധനം വേണമെന്നൊക്കെ തോന്നുമ്പോൾ അതൊന്നും പെട്ടെന്ന് അവൈലബിൾ ആവില്ല. കടകളൊന്നുമില്ലല്ലോ. പക്ഷെ അപ്പൂന് ഇഷ്ടമുള്ള സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറിയ കടയിൽ നിന്ന്. ഒരു ലേസ് കിട്ടിയ വലിയ ഭാഗ്യം. അപ്പോൾ എനിക്കൊന്നും ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു മാസം താമസിച്ചാലും ഇവിടുന്ന് പോകണം തോന്നൂല. അത്രയും പീസാണ്, കാമാണ്, സമാധാനമുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഞാൻ വിചാരിച്ചത് ഇപ്പോൾ ഇവർക്ക് ഇത് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും
ഇവർക്കിത് നല്ല അനുഭവമായിരിക്കും. കാരണം സ്കൂളിൽ അവർ പഠിക്കണതല്ലേ ഇപ്പൊ ഹിമാചൽ പ്രദേശിനെ കുറിച്ച്, അങ്ങനെ ഓരോരോ സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കണല്ലോ. ഇപ്പൊ അവിടുത്തെ ഭക്ഷണ രീതിയാണെങ്കിലും വസ്ത്രധാരണ ആണെങ്കിലും ഒക്കെ പഠിക്കണല്ലേ. അപ്പൊ അതൊക്കെ നേരിട്ട് കാണുമ്പോ അത് വേറെ ത്രില്ലല്ലേ. അതെ, നേരിട്ട് കാണുക, അവരുടെ കൂടെ ജീവിക്കുന്നത് പോലെയാണ്. ഇപ്പോൾ ഈ വില്ലേജിൽ കൂടി നടക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അവരൊക്കെ എന്ത് നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നതൊക്കെ. ഇവരുണ്ടാക്കിയാണല്ലേ ഇത് കണ്ടോ. ഇവരുടെ എല്ലാ വീടുകളിലും ഇങ്ങനെയുള്ള നമ്മുടെ ഈ നെയ്ത്ത് മെഷീൻ ഉണ്ട് കേട്ടോ, നെയ്ത്ത് യന്ത്രം ഉണ്ട്. അത് വെച്ചിട്ട് ഇവർക്ക് ആവശ്യമുള്ള ഇവരുടെ ട്രഡീഷണൽ വസ്ത്രങ്ങളൊക്കെ ഇവർ സ്വന്തമായിട്ട് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുക. ഡിസൈനൊക്കെ കണ്ടോ. നൂല് ഇവർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ബാക്കി ഇവർ ഇവിടെ നെയ്തുണ്ടാക്കുക കേട്ടോ ചെയ്യണത്. ആ ചുമ്മാ ഫെബിനെ ധരിപ്പിച്ച് കാണിച്ചു തരാന്നാണ് കേട്ടോ പറയുന്നത്. ഓ ഇത് ഇവരുടെ ട്രഡീഷണൽ രീതിയായിരിക്കും. എല്ലാത്തിനും ആന്ന് പറഞ്ഞേക്കും, അടുത്തൊന്നും മനസ്സിലാവില്ലല്ലോ. അപ്പോ ആദി മനനി കൊണ്ടുപോകാൻ തരില്ല എന്നാ പറയുന്നത്, ഇവിടുത്തെ ആളാക്കി മാറ്റി. തടി കൂടുതൽ. പക്ഷെ രസാട്ടോ. പിടിച്ചേ അങ്ങനെ പിടിച്ചേ. കൊള്ളാം. അല്ലല്ല അതൊക്കെ സെറ്റാക്കി തരും, തരുവാണ്. ഓക്കെ പോക്കറ്റിലിട്ട് എന്തായാലും ഒപ്പിച്ച് സെറ്റാക്കി തന്നു. കൊള്ളാം അല്ലേ. इसका क्या बोलेगा, नाम क्या है इसका? अभी बोल रहे हैं कि शकीनो से है। इसको हम बोलते हैं पट्टू। പട്ടു. ഓക്കെ. ഇവരുടെയൊക്കെ ഇപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നേ, ഇവരുടെ ഒന്നും മനസ്സിൽ ഒരു കുശുമ്പും കുഞ്ഞായ്മയും മറ്റുള്ളവരുടെ അസൂയ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലത്രേ. അങ്ങനത്തെ ഒരു പ്രശ്നം ഇവർക്കില്ലാന്ന്. ഇവർക്ക് വലിയ വലിയ സ്വപ്നങ്ങളില്ല, വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഓരോ ദിവസവും സമാധാനത്തോടെ അങ്ങനെ കഴിഞ്ഞു പോകുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ആൾക്കാർ ജീവിക്കുന്നുള്ളതൊക്കെ നമുക്ക് കുട്ടികളൊക്കെ കണ്ട് മനസ്സിലാക്കേണ്ടത് ശരിക്കും നല്ലൊരു കാര്യമാണ്. ഇതൊക്കെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു യാത്ര ഉണ്ട് കേട്ടോ. നമ്മൾ നാളെ പറ്റുകയാണെങ്കിൽ ഒന്ന് മണാലി പോയി വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്കൊക്കെ ഒരു ടൗണിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പക്ഷേ ഇന്ന് നമ്മൾ ഉദ്ദേശിച്ച കാര്യം മുഴുവനായിട്ട് നടന്നില്ലല്ലോ. നമ്മൾ ആ കല്ലെടുക്കുന്ന സംഭവം അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല കേട്ടോ, കുറച്ച് ഭയങ്കര ഹെവി സംഭവമാണ്. അപ്പോൾ അത് കാണാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ നാളെയും കൂടി ഇവിടെ നിൽക്കും. അതായത് വേറൊരു ടീം, വേറെ ആരെങ്കിലും നമുക്ക് കമ്പനിക്ക് കിട്ടുകയാണ് നാളെ അതിന് ഒന്നുകൂടി പോകാൻ എന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ ഒന്നുകൂടി പോകും. അപ്പോൾ പിന്നെ നമ്മൾ മണാലി പോക്ക് ഒന്നുകിൽ നാളെ വൈകുന്നേരം അല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക് ആക്കേണ്ടി വരും അല്ലേ. ഒക്കെ എന്തായാലും സൗകര്യം പോലെ നോക്കാം നമുക്ക്. ഇന്നപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു. വലിയ വലിയ കണ്ടന്റ് ഒന്നും ഈ ഒരു ട്രിപ്പിലെ വീഡിയോയിൽ പ്രതീക്ഷിക്കരുത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഞങ്ങളിവിടെ വന്ന് ജീവിക്കുമ്പോൾ ഞങ്ങളുടെ അനുഭവങ്ങൾ എന്താണ്, എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് പറയാമെന്ന് മാത്രം. വേണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് താമസിക്കാം കേട്ടോ. ഞങ്ങളിപ്പോൾ ഈ താമസിക്കുന്ന വീട്ടിൽ നിങ്ങൾക്ക് വന്ന് വേണമെങ്കിൽ താമസിക്കാം. ഞാനൊരു നമ്പർ താഴത്ത് കൊടുക്കാം, നമ്മൾ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി തരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വന്നു പോകുന്ന പോലെ ഒരു ദിവസത്തേക്കൊന്നും പ്ലാൻ ചെയ്യരുത്. ഒരു 4-5 ദിവസമൊക്കെ വന്ന് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് കിട്ടുക. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിലും താമസിക്കാം. കഴിഞ്ഞൊരു വീട്ടിൽ നിങ്ങൾ കണ്ടിരുന്നൊരു ടെൻറ്റ്, കുറച്ച് ടെൻറ്റുകൾ, അത് വേറൊരു ഫീലാണ് കേട്ടോ. മലയുടെ വേറൊരു സൈഡിലാണ്, അവിടെയും താമസിക്കാൻ പറ്റും. വന്നു കഴിഞ്ഞാൽ പോകുന്നില്ല ഇവിടുന്ന്. അതായത് ഈ ഒരു സംഭവം ഇഷ്ടമാവുന്ന ആൾക്കാർക്ക് അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ താഴെ കൊടുത്ത നമ്പറിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടേക്ക് വരാനുള്ള ബാക്കി ഡീറ്റെയിൽസൊക്കെ അവർ പറഞ്ഞു തരും കേട്ടോ. ബൈ.